നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുട്ടി ഇങ്ങോട്ട് വരൂ. കലശമെടുക്കാനുള്ള മുഹൂർത്തമായി. ആ കുട്ടി ഇനിയും വന്നില്ല എന്ന് വെച്ചാ അത് തിരുമേനി അവള് വന്നാലല്ലേ പറ്റൂ. അവള് പൂജ ചെയ്യണമെന്നല്ല അച്ഛൻ പറഞ്ഞത്. ഉടനെ മുഹൂർത്തം കഴിഞ്ഞാ പൂജ മുടങ്ങും. ഇനിയിപ്പോ പ്രിയങ്കയെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. പൂജ കുട്ടി തുടരൂ. അല്ല, ഞാൻ ഭഗവാന്റെ മുന്നിലാ നിൽക്കുന്നത്. ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ്. മനസ്സർപ്പിച്ച് കലശം കയ്യിലെടുത്ത് വലം വെച്ച് വന്ന് അഭിഷേകം ചെയ്യാം. അല്ല തിരുമേനി, ഞാൻ എങ്ങനെ? അല്ല, ഞാൻ കൃഷ്ണ. കുട്ടി ചെല്ലു. എന്റെ കൃഷ്ണ, ഇവിടെ പൊറുക്കണേ. കുട്ടി വരൂ. ഭഗവാനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. വാങ്ങിച്ചോളൂ. മൂന്ന് വലം വെച്ച് വന്നോളൂ. ഇനി ആ നാളികേരവും മാവിലയും എടുത്ത് പാത്രത്തിലേക്ക് വെച്ചോളൂ. ഇനി ഭഗവാൻ അഭിഷേകം ചെയ്തോളൂ. നിർത്തുക. ദേവനാരായണൻ തിരുമേനിയുടെ മകൾ ഐശ്വര്യപൂജ ചെയ്യണമെന്നല്ലേ പ്രശ്നവിധി? പ്രിയങ്ക എന്ന കുട്ടി പൂജ ചെയ്യുന്നല്ലേ നേരത്തെ പറഞ്ഞത്? ആ കുട്ടി എത്തിയില്ല. പിന്നെ പ്രശ്നവിധിയിൽ ദേവനാരായണൻ തിരുമേനിയുടെ മകളെന്നേയുള്ളൂ. അതിപ്പോ മൂത്ത മകൾക്കും ചെയ്യാലോ. അങ്ങെന്തിനാണ് തടസ്സം നിൽക്കുന്നത്? കുട്ടി തുടരൂ. ഭഗവാന്റെ തിരുനടയിൽ അനർത്ഥങ്ങളൊന്നും നടന്നോടെന്നാണല്ലോ പ്രസിഡന്റ്. ഈ നിൽക്കുന്ന കുട്ടി ദേവനാരായണൻ തിരുമേനിയുടെ മകളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്ത് അനാവശ്യമാണ് നിങ്ങൾ പറയുന്നത്? അനാവശ്യമല്ല, പരമമായ സത്യം. എന്നാ എല്ലാവരും കേട്ടോളൂ, ഈ നിൽക്കുന്നവൾ ദേവനാരായണൻ തിരുമേനിയുടെ മകളല്ല. ഇവൾ അനാഥയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.